തന്നെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം അത് തുടരുകയാണ് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ദിവസങ്ങളായി ഡോക്ടർമാർ സമരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ അവരുടെ സമരം കടുപ്പിക്കുന്നു എന്നതാണ് പുതിയ വിവരം. അങ്ങനെ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം അവതാളത്തിലാകുന്ന സാഹചര്യം ആണ് ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ്. അതായത് ഡോക്ടർമാർ എല്ലാവരും തന്നെ ചികിത്സയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ OP അടക്കം ബഹിഷ്കരിക്കുന്ന ഒരു സമരത്തിലേക്ക് പോകുമ്പോൾ ശസ്ത്രക്രിയകൾ വലിയ തോതിൽ മുടങ്ങുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നത്. അനിവാര്യമല്ലാത്ത ശസ്ത്രക്രിയകൾ എല്ലാം തന്നെ ഒഴിവാക്കിയിരിക്കുന്നു ഡോക്ടർമാർ എന്നതാണ്. അതോടുകൂടി രോഗികൾ വലയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതേസമയം സർക്കാരും ഡോക്ടർമാരും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് കൂടി പോകുന്നു എന്നതാണ്. കാരണം സർക്കാർ ഇതിൽ ഡയസ് നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിർബന്ധിതമായി ജോലിയിൽ പ്രവേശിക്കണം എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ നിർദ്ദേശമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്നതാണ്. ഇനി എന്തുകൊണ്ടാണ്, അതായത് ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുമ്പോൾ പോലും ചർച്ചയ്ക്ക് പകരം ഡോക്ടർമാരുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നതാണ്. അതായത് സമരത്തിൽ പങ്കെടുക്കുന്ന ഡോക്ടർമാരുടെ വിവരങ്ങൾ, അവരുടെ അറ്റൻഡൻസ്, അവർ പഞ്ച് ചെയ്തതിന് ശേഷമാണോ സമരത്തിന് പോകുന്നത്, ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം ഡോക്ടർമാർ അവരുടെ സമരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. കാരണം അവർ പറയുന്നത് അവർക്ക് വലിയ തോതിലുള്ള ശമ്പള കുടിശ്ശിക തന്നു തീർക്കാനുണ്ട്. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് തങ്ങൾ സേവനം നടത്തുന്നത് എന്ന് ഡോക്ടർമാർ പറയുന്നു. അവിടെയാണ് നമ്മൾ വലിയ അഭിമാനത്തോടെയാണ് ആരോഗ്യമേഖലയെ ഉയർത്തി കാണിക്കുന്നത്. അങ്ങനെയുള്ള ഡോക്ടർമാർ സമരത്തിലാകുമ്പോൾ 57 മാസത്തെ കുടിശ്ശിക ലഭിക്കാനുണ്ട് എന്നതാണ് ഈ ഡോക്ടർമാർ പറയുന്നത്. ഈ 57 മാസത്തെ കുടിശ്ശികയിൽ തീരുമാനം ആകാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ അവിടെ സർക്കാർ ഇതിൽ എന്ത് മറുപടിയാണ് അല്ലെങ്കിൽ എന്ത് പോംവഴിയാണ് തേടുന്നത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. സാരംഗിലേക്ക് തന്നെ വീണ്ടും വരുമ്പോൾ, സാരംഗ്, വലിയ തോതിൽ ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള അനാസ്ഥ, നെടുമങ്ങാട് കുട്ടി മരിച്ച സംഭവം, അങ്ങനെ വലിയ പ്രതിഷേധം ഇരമ്പുന്നുണ്ട്. അതിനിടയിലാണ് ഡോക്ടർമാരുടെ സമരം തുടരുന്നത്. ആ സമരം ഇപ്പോൾ എത്രത്തോളം രോഗികളെ വലയ്ക്കുന്നുണ്ട്? പക്ഷേ ഒരു റിലേ സമരമാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ നവംബറിൽ ആരംഭിച്ച സമരമാണ്. ഘട്ടം ഘട്ടമായി അതിൻ്റെ മൂർധന്യം വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക എന്ന രീതിയിലായിരുന്നു ഡോക്ടർമാരുടെ ഒരു രീതി. ഇതിനിടയിൽ ആരോഗ്യമന്ത്രിയുമായും ധനകാര്യമന്ത്രിയുമായും അടക്കം ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ അതെല്ലാം അലസി പിരിയുകയായിരുന്നു. കൃത്യമായൊരു ധാരണയിലേക്ക് എത്തിയിരുന്നില്ല. അതിൽ തന്നെ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ ഒരു ശമ്പള കുടിശ്ശിക, അത് തന്നെയാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അതിനൊപ്പം തന്നെ പുതിയ മെഡിക്കൽ കോളേജുകളോ ജില്ലാ ആശുപത്രികളോ അടക്കം വരുമ്പോൾ ഈ തസ്തിക പുതുതായി സൃഷ്ടിക്കാതെ പുനർവിന്യാസം നടത്തുന്നത് ഡോക്ടർമാർക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഒരു മറ്റ് ആനുകൂല്യങ്ങൾ, കാലങ്ങളായി ആവശ്യപ്പെടുന്ന മറ്റ് ആനുകൂല്യങ്ങളിലടക്കം തീരുമാനമുണ്ടാകണം. പിന്നീട് പെൻഷൻ ആകുന്ന ഡോക്ടർമാർക്ക് സാധാരണ രീതിയിൽ ഒരു സീലിംഗ് വെച്ചിട്ടുണ്ട്. ആ സീലിംഗിനപ്പുറത്തേക്കുള്ള തുക ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല. മറ്റുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ ലഭിക്കുന്ന സാലറിയുടെ പകുതിയാണ് പെൻഷനായിട്ട് ലഭിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതിന് പകരം ഡോക്ടർമാർക്ക് ഒരു പരിധി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പെൻഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല. അതിലടക്കം ഒരു പുനർചിന്തനം വേണം, അല്ലെങ്കിൽ അതിലൊരു കൂടുതൽ ചർച്ച നടത്തിക്കൊണ്ട് ആ സീലിംഗ് ഒഴിവാക്കണമെന്നാണ് ഡോക്ടർമാരുടെ ആവശ്യം. അങ്ങനെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. കുറേ കാലമായി അവർ ഉന്നയിക്കുന്ന പല വിഷയങ്ങളുമുണ്ട്. അതിൻ്റെ തുടക്കം എന്ന രീതിയിൽ പല ദിവസങ്ങളിലും OP ബഹിഷ്കരിച്ചുകൊണ്ടായിരുന്നു സമരം. പിന്നീട് അനിശ്ചിതകാല OP ബഹിഷ്കരണ സമരമായി. പിന്നീട് അതിൽ നിന്നും കടുപ്പിച്ചുകൊണ്ട് അടിയന്തരമായ ചികിത്സകൾ ഒഴികെ, അതായത് ICU അടക്കമുള്ള അടിയന്തര ചികിത്സകളും അടിയന്തര ശസ്ത്രക്രിയകളും ഒഴികെയുള്ള എല്ലാ ചികിത്സകളും ബഹിഷ്കരിച്ചുകൊണ്ട് ഇപ്പോൾ 2 ദിവസമാകുന്നു. കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്, ഇന്ന് 2ാമത്തെ ദിവസമാണ്. വലിയ രീതിയിലാണ് ബുദ്ധിമുട്ട്. കാരണം മെഡിക്കൽ കോളേജുകളെ, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജിലുള്ള ഒരു രീതി എന്ന് പറയുന്നത് ശസ്ത്രക്രിയകൾക്ക് വളരെ മുൻകൂട്ടി തന്നെ ഡേറ്റുകൾ നൽകണം. കാരണം വളരെയധികം രോഗികൾ, അതായത് സിസ്റ്റത്തിന് താങ്ങാൻ കഴിയുന്ന അധികം രോഗികൾ ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ആശുപത്രികളിൽ ശസ്ത്രക്രിയകളുടെ ദിവസങ്ങൾ നൽകുന്നത്. അങ്ങനെ വളരെ മുൻകൂട്ടി ലഭിക്കുന്ന ദിവസങ്ങളിൽ ഡേറ്റുകൾ ലഭിച്ച രോഗികൾ ആശുപത്രികളിലേക്ക് എത്തുമ്പോൾ ഈ ഡോക്ടർമാരുടെ സമരം അവരെ വീണ്ടും ആശങ്കയിലാക്കുകയാണ്. കാരണം വലിയൊരു പ്രതിസന്ധിയാണ്. സ്വകാര്യ ആശുപത്രികളിലേക്ക് പോയി ചികിത്സ നേടാൻ കഴിയാത്ത സാധാരണക്കാരാണ് പൊതുവെ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. നമുക്കിപ്പോൾ അറിയാം, വലിയ രീതിയിലുള്ള പുതിയ സംവിധാനങ്ങളും വലിയ രീതിയിലുള്ള പുതിയ മോഡേൺ ആയിട്ടുള്ള ചികിത്സയടക്കം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഈ ഒരു സിസ്റ്റത്തിന് വലിയ മാറ്റം വന്നിട്ടില്ല. കാരണം അത്രയധികം രോഗികൾ ആശുപത്രികളിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തിയ രോഗികൾക്ക് ഈ ഒരു ചികിത്സ മുടങ്ങുമ്പോൾ അടുത്ത ശസ്ത്രക്രിയ എപ്പോഴായിരിക്കും, അതിൻ്റെ ഡേറ്റ് എങ്ങനെ മാറും എന്നടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ചോദ്യചിഹ്നം നിൽക്കുന്നു. ഒപ്പം തന്നെ അടിയന്തരമായുള്ള ചികിത്സകൾ നടക്കുമ്പോൾ പോലും മറ്റ് OP വിന്യാസങ്ങളിൽ PG ഡോക്ടർമാരെയാണ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു വലിയ രീതിയിലുള്ള നല്ല മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ
ചികിത്സ ലഭിക്കേണ്ട സാഹചര്യം അടക്കമുണ്ടെങ്കിൽ അതിലടക്കം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നടക്കം ആരോഗ്യവകുപ്പ് ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഡയസ്നോൺ പ്രഖ്യാപിച്ചത്. ഡയസ്നോൺ പ്രഖ്യാപിക്കുന്നു, അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു, അവരുടെ പഞ്ചിങ് റിപ്പോർട്ട് തേടുന്നു. തീർച്ചയായും അതൊക്കെ ഈ സമര കാലഘട്ടത്തിലല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണകൂടം ചെയ്യേണ്ടത്. അതൊക്കെ സ്ഥിരമായി പരിശോധിക്കട്ടെ. അങ്ങനെ ഇപ്പോൾ തന്നെ നമ്മൾ ആലപ്പുഴ വണ്ടാനത്ത് നിന്നുള്ള വാർത്ത വരുമ്പോൾ അവിടെ ഡോക്ടർ വീട്ടിലിരുന്നു കൊണ്ട് രോഗികളെ മോണിറ്റർ ചെയ്തിരുന്നു, അങ്ങനെ പണം വാങ്ങിയിരുന്നു എന്ന വാർത്തയൊക്കെ പുറത്തു വരുമ്പോൾ അതിൽ ആത്മരോക്ഷം കൊള്ളുന്നുണ്ട് നമ്മുടെ ആരോഗ്യമന്ത്രി. പക്ഷേ അത് മോണിറ്റർ ചെയ്യേണ്ട സംവിധാനം സർക്കാർ സംവിധാനമാണ്. അതിപ്പോഴല്ല ചെയ്യേണ്ടിയിരുന്നത്. ഈ ഡോക്ടർമാർ പഞ്ച് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് ഏത് കാലഘട്ടത്തിലും അത് നിരീക്ഷിക്കേണ്ടതാണ്. ഇപ്പോൾ ഇതൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തുന്ന സാഹചര്യമാണല്ലോ. 57 മാസത്തെ കുടിശ്ശികയുണ്ട് എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ അതിൽ ക്ലാരിറ്റി വരുത്താൻ സർക്കാർ സംവിധാനം തയ്യാറാകുന്നുണ്ടോ? ഇത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ സർക്കാരിന് താല്പര്യമില്ല എന്നാണോ? ഈ ഡയസ്നോൺ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ സമരക്കാരെ വിരട്ടി ഇതിൽ പരിഹാരം ഉണ്ടാക്കാമെന്നാണോ? എന്താണിപ്പോൾ നടക്കുന്നത് സാരൻ? അഭിലാഷ്, തീർച്ചയായും. കാരണം സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മളൊരു ഗവൺമെന്റ് സംവിധാനത്തിൽ വരുന്ന വലിയൊരു പാളിച്ച എന്ന് പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും അതിന് പരിഹാരം. അതിപ്പോൾ നെടുമങ്ങാട് കുട്ടി മരിക്കുമ്പോൾ മാത്രമാണ് അതിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നു. വണ്ടാനത്തുണ്ടായിട്ടുള്ള ഒരു ചികിത്സാ പിഴവ്, ഒരു പിഴവോ അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടമാകുമ്പോഴും മാത്രമാണ് സർക്കാർ സംവിധാനങ്ങൾ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും അതിലെ പിഴവുകൾ പരിശോധിക്കുകയടക്കം ചെയ്യാൻ തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ രീതിയിലുള്ളൊരു അഴിച്ചുപണി ആരോഗ്യരംഗത്തടക്കമുള്ള പല പ്രശ്നങ്ങളും, അതായത് പുതിയ ജില്ലാ ആശുപത്രി വരുമ്പോൾ അടക്കമുള്ള മെഡിക്കൽ കോളേജിലെ അടക്കമുള്ള ഈ ഒരു ജോലി സമ്പ്രദായം ഡോക്ടർമാർക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കുന്നു. അതിനൊപ്പം തന്നെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെയുള്ള ഈ ഒരു ശമ്പള കുടിശ്ശിക, മറ്റ് ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിൽ പലതവണയായിട്ട് ആരോഗ്യമന്ത്രിയുമായും മറ്റ് മന്ത്രിമാരുമായും മറ്റ് വകുപ്പുമായും അടക്കമുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ഒരു കർശനമായ വലിയ രീതിയിലുള്ള കടുത്ത നടപടിയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഡോക്ടർമാർ അതിനു മുൻപ് തന്നെ ആരോഗ്യമന്ത്രിയുമായി അടക്കം ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ആവശ്യങ്ങളെല്ലാം തള്ളിക്കളയുകയായിരുന്നു. അതായത് സമരം അവസാനിപ്പിക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ആരോഗ്യമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ അതിനെ സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അടക്കം KGM-CTയുടെ ഭാരവാഹികളാണ് നമ്മളോടൊക്കെ പ്രതികരിച്ചത്. പക്ഷേ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ രീതിയിലേക്ക്, കാരണം ആരോഗ്യരംഗം ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും. അതായത് ഇപ്പോൾ പല കാത്ത് ലാബുകളിലും കാർഡിയോളജി വിഭാഗത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതുതായി തുടങ്ങിയ കാർഡിയോളജി വിഭാഗത്തിലേക്ക് കാർഡിയോളജിസ്റ്റുമാരെ കിട്ടാനുള്ളതിൽ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം വലിയ ജോലി സമ്മർദ്ദം അടക്കം നേരിടുന്ന ഒരു വിഭാഗമായതുകൊണ്ട് തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിലടക്കം ഈ ഡോക്ടർമാർ MD അടക്കം പഠിക്കാൻ വേണ്ടി എത്തുന്നതിൽ വലിയ രീതിയിലുള്ള കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ ഇങ്ങനൊരു വലിയ സമ്മർദ്ദമുള്ളൊരു സാഹചര്യം ഒരുക്കിയാൽ പുതുതായി വരുന്ന ഡോക്ടർമാരടക്കം ഈ ഒരു സർക്കാർ സംവിധാനത്തിലേക്ക് എത്താത്തൊരു സാഹചര്യം വരും. തുടർന്നിരിക്കുന്ന ഇപ്പോഴുള്ള സാഹചര്യം നോക്കിയായിരിക്കും പുതുതായിട്ട് വരുന്ന ഡോക്ടർമാരടക്കം ഈ രംഗത്തേക്ക് വരിക. പക്ഷേ അതിൽ നടക്കം അവരെ പിന്തിരിപ്പിക്കുന്ന രീതിയിലേക്ക് സർക്കാർ സംവിധാനം മാറുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതിനൊപ്പം തന്നെ ഇനി വരുന്ന പരീക്ഷകളിലടക്കം നിസ്സഹരണം ഉണ്ടാകും. അതായത് ഈ ഒരു MBBS പഠിക്കുന്ന അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ടിരിക്കുന്ന കേരളത്തിലെ പല പരീക്ഷകളിലെയും പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അടുത്ത ഘട്ടമായി അവർ പറയുന്നത് വരാൻ പോകുന്ന പരീക്ഷകളിൽ ഡോക്ടർമാർ മാറി നിൽക്കും, അതിൽ സഹകരിക്കില്ല എന്നടക്കമുള്ളൊരു പ്രഖ്യാപനം ആദ്യം അവർ നടത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഡയസ്നോൺ പ്രഖ്യാപിച്ചതിൻ്റെ മറുപടി എന്നോണം അത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് ഡോക്ടർമാർ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യരംഗത്ത് ഈ രോഗപരിചരണത്തിനൊപ്പം തന്നെ ഈ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസത്തിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് തന്നെയാലും വരും ദിവസങ്ങളിൽ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ ഇത് കൂടുതൽ കടുക്കുന്നതിന് മുൻപ് തന്നെ ആരോഗ്യമന്ത്രിയുമായി മറ്റൊരു ചർച്ചയ്ക്ക് ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു രംഗം എത്രയും പെട്ടെന്ന് ശാന്തമാക്കുക എന്നത് ഇപ്പോൾ ഡോക്ടർമാർക്ക് ഏറെ ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കാണ് ആവശ്യം. കാരണം ഒരു ആരോഗ്യ മേഖല വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഈ ഡോക്ടർമാരുടെ സമരം കൂടി രംഗത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സമ്മർദ്ദങ്ങൾക്കും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും പ്രതികൂലമായി ബാധിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു സമവായ നീക്കത്തിന് ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ മറ്റൊരു ഭാഗത്തോടെ സമ്മർദ്ദവും നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ ആയാലും ഇപ്പോൾ ഇതിൽ ഇടപെടേണ്ട ഒരു വകുപ്പ് എന്ന് പറയുന്നത് ആരോഗ്യവകുപ്പിന്റെ നിർണായകമായ ഒരു നീക്കം ഇതിൽ ആവശ്യമാണ്. അല്ലെങ്കിൽ വലയാൻ പോകുന്നത് രോഗികളാണ്. അഭിലാഷ്, യെസ്, എന്തായാലും രോഗികൾ വലിയ തോതിൽ വലയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. സർക്കാർ ഡയസ്നോൺ അടക്കം പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യം. പക്ഷേ ഡോക്ടർമാർ പിന്നോട്ടില്ല. 57 മാസത്തെ കുടിശ്ശിക ലഭിക്കാനുണ്ട്. അത് തന്നു തീർത്താൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന നിലപാടിൽ ആണ് ഇപ്പോൾ ഡോക്ടർമാരും ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.